ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നെടുങ്കണ്ടത്താണ്. നെടുങ്കണ്ടത്തൊരു കാര്യത്തിനായിട്ട് വന്നായിരുന്നു. അപ്പം നല്ല മഴയൊക്കെ ഇപ്പോൾ എല്ലായിടത്തും നോക്കിയാലും. അപ്പം അങ്ങനെ നെടുങ്കണ്ടം പള്ളിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ചാൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിന്നിപ്പം ഈ വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. നെടുങ്കണ്ടം പള്ളിയിലേക്ക് ചേർന്ന വഴിയായിരുന്നു കേട്ടോ. അപ്പുറത്ത് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിലേ കയറത്തില്ല, ഇതിലേ കയറി പോവാം. മുകളിൽ സ്കൂളാണ്. സ്കൂളിൻ്റെ അപ്പുറത്തായിട്ട് പള്ളിയുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ പഠിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തൊക്കെ. നെടുങ്കണ്ടം പള്ളി സെൻറ്റ് സെബാസ്റ്റ്യാനോസ്. പള്ളി കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കി. ഇതിൻ്റെ കൂതാശയ്ക്കൊക്കെ നമ്മൾ വന്നതാണേ. പള്ളിയുടെ മുറ്റത്തൊക്കെ നിന്ന് നോക്കുമ്പോഴേ ദൂരോട്ടൊക്കെ നല്ല കാഴ്ചകളൊക്കെ. നെടുങ്കണ്ടം ടൗണിൻ്റെയൊക്കെ പിന്നെ ആ മലമുകളൊക്കെ ഇങ്ങനെ മഞ്ഞ് കയറി കിടക്കുന്നു. നമുക്കിനി വന്ന വഴിക്ക് തന്നെ തിരിച്ചങ്ങോട്ട് പോകാം. നെടുങ്കണ്ടം ടൗണിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. നെടുങ്കണ്ടം ടൗൺ നമുക്ക് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോയിട്ട് വരാം. നെടുങ്കണ്ടം ടൗണിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. ഇവിടെ നമുക്ക് ഒരു SNDP അമ്പലമൊക്കെ കാണാം. നെടുങ്കണ്ടം ടൗൺ അമ്പലം. നെടുങ്കണ്ടം ടൗണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കട്ടപ്പന ടൗൺ പോലെയല്ല, ഇങ്ങനെ നെടുനീളത്തിലാണ് കിടക്കുന്നത്. കട്ടപ്പന ടൗൺ ഇങ്ങനെ മലയുടെ മുകളിൽ കൂടെയും കുഴി കൂടെയൊക്കെ ആയിട്ടാണ്. അപ്പം അതിനൊരു വലിയ വിസ്താരമായിട്ട് നമുക്ക് തോന്നത്തില്ല. നമ്മൾ അങ്ങ് വരെയൊന്നും പോകുന്നില്ല, ഈ ഒരു ജംഗ്ഷനൊക്കെ വരെയൊക്കെ പോകുന്നുള്ളൂ കേട്ടോ. ഇവിടുത്തെ പിന്നെ നമ്മൾ തിരിഞ്ഞു പോവേ. മഴ പിന്നെയും പെയ്യാൻ തുടങ്ങി കേട്ടോ. കുറച്ചു നേരം മഴ കുറവുണ്ടായിരുന്നു, മഴ കുറയുന്നേ ഇല്ല. നെടുങ്കണ്ടം പച്ചടിക്കവല, ഇതൊരു കുരിശുവിലേക്ക് ഉണ്ടേ. ഇത് പച്ചടിക്ക് പോകുന്ന വഴിയാണ്. നമുക്ക് ആ സെൻട്രൽ കവല വരെ പോയിട്ട് വരാമേ. ഈ വഴി സൈഡിലൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളെ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം. എപ്പോഴാണ് ഇവർ മുന്നോട്ടെടുക്കുക പുറകോട്ടെടുക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ ഈ ടൗണിൽ കൂടെ നടന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ പോകുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവർ സ്പീഡിൽ നടക്കുകയില്ല, നമ്മളെ കയറ്റി വിടുകയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ആ ഫുട്പാത്തൊക്കെ കൂടെ പോലെ അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അങ്ങനെ നമ്മൾ ഫുട്പാത്തൊക്കെ കയറി കേട്ടോ. നെടുങ്കണ്ടം സെൻട്രൽ വെയിറ്റിംഗ് ഷെഡൊക്കെയാണ്. ഈ ഒരു കവല വരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടുന്ന് ഇനി നമുക്ക് തിരിച്ചു പോവാം. മഴ നിൽക്കുന്നില്ലേ, മഴ എത്ര ദിവസമായി ഉറങ്ങിയിട്ട്? 10-15 ദിവസമായി. ആ മുന്നിലൊരു മല ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, മഞ്ഞൊക്കെ കയറി. ഇവിടെ നിന്ന് അങ്ങോട്ട് കോടയാട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല ഏലത്തോട്ടമൊക്കെയാണ് ഇനി കുറേ ഭാഗമേ. ഇവിടെ നിന്ന് നമ്മളെ മുന്നോട്ട് നോക്കുമ്പോൾ കണ്ടോ, അവിടെ ആ മലയുടെ മുകളിൽ കൂടെ മഞ്ഞ് ഓടി ഓടി കയറി നോക്കി. ഈ റോഡ് ശരിക്കും മുരിക്കാശ്ശേരിക്കുള്ള കേട്ടോ. ചിന്നാറ്, ഈട്ടിത്തോപ്പ്, പെരിഞ്ചാംകുട്ടി ആ റൂട്ടിലൊക്കെ കൂടി അങ്ങനെ മുരിക്കാശ്ശേരി വരെ ഈ നല്ല ഭംഗിയായിട്ട് ഈ റോഡ് പോകും. താഴെ നമ്മൾ കയറി വന്നപ്പോഴേ ഇവിടെ മനോഹരമായൊരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. കുരിശുപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ വേനൽക്കാലത്ത് ഇവിടെ വന്നൊരു വീഡിയോ ഒക്കെ എടുത്തതാണ്. ഇപ്പം നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ കണ്ടിട്ടങ്ങ് പോകാമല്ലേ. അങ്ങോട്ടൊക്കെ നോക്കി നല്ല പച്ചപ്പാക്കും. കുരിശുപാറയിലെ കുരിശുപള്ളി. ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ചകളും കൂടെ ഉണ്ട് കേട്ടോ. കുറേ വാഗമരങ്ങളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. അന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെ വാഗയൊക്കെ പൂത്തിട്ടുണ്ടായിരുന്നേ.
നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കീഴെ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. അങ്ങനെ റോഡ് ഇതുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കുറേ. ആ വഴിക്ക് നമ്മൾ പോകുന്നില്ല. നല്ല ഭംഗിയുണ്ട്. ആ കടയിലെ ചേട്ടനൊക്കെ ആയിട്ട് നമ്മൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് പോയത്. ഈ പാറപ്പുറത്തോടെ അങ്ങോട്ട് കയറിയാലോ. പക്ഷെ ഇവിടെ എല്ലാം വീക്കിൽച്ച് കിടക്കാമെന്ന് തോന്നുന്നു കേട്ടോ. തെന്നൽ കാണും, പായൽ. കുരിശുപള്ളി അങ്ങ് ദൂരെ അതാ. നെടുങ്കണ്ടം പച്ചടിയിലുള്ള പള്ളിയുടെ കുരിശുപള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അന്ന് വന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, പച്ചപ്പായിട്ടേ. നമുക്ക് ഇതിലേ പോയിട്ട് അപ്പുറത്തോടെ തന്നെ പോയി കാണാം. ആ മരങ്ങൾ നിൽക്കുന്ന ഒരു ഭയങ്കര ഒരു വൈബാട്ടോ കാണാനായിട്ട്. അങ്ങ് ദൂരെ കണ്ടോ, നമ്മൾ വന്നപ്പോൾ കണ്ടായിരുന്നു അവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഒക്കെ പണിയുന്നതെന്നാണ് പറയുന്നത് കേട്ടെ. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ എൻ്റെ പുറകിലായിട്ട് ആ പാറപ്പുറത്തൂടെയൊക്കെ മഞ്ഞൊക്കെ ഓടി കയറുന്നുണ്ടോ. നല്ല സുഖമുള്ളൊരു കാറ്റുമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിയുമ്പോൾ. മഴ പെയ്യാതിരിക്കുവാണെങ്കിൽ നല്ല അടിപൊളിയാണ് ഇവിടെ വന്നു കഴിയുമ്പോഴേ. മരത്തിൻ്റെ ഇടക്കൂടെ പ്രോഗ്രസീവ് പബ്ലിക് ലൈബ്രറി. പിന്നെ അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. ഇപ്പം ചോറുണ്ടല്ലേ ഉള്ളൂ, ഉടനെ ചായ കുടിക്കാനല്ലോ അല്ലേ. കുരിശുപാറയിൽ അങ്ങ് മുകളിലോട്ടൊക്കെ ഒന്ന് കയറി പോയിട്ട് വരാവേ. വേളാങ്കണ്ണി മാതാവാണ്. ഇവിടെയും കുറേ വാഗമരങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. പൂവിടുന്ന സമയത്താണ് നല്ല രസമൊക്കെ കാണാൻ. ഈ മരത്തിൻ്റെ ഇടയ്ക്കൂടെ അങ്ങോട്ട് നോക്കി ആ മലയിൽ മഞ്ഞ് കയറി മറിഞ്ഞ് വരുന്നുണ്ടോ. നമുക്ക് ഈ സ്റ്റെപ്പ് വഴി കയറി ആ പള്ളിയുടെ ഫ്രണ്ട് ഇവിടെ ഒന്ന് കാണാവേ. മുകളിലോട്ട് കയറിയപ്പോൾ കാറ്റ് തുടങ്ങി. കുരിശുപാറയിലെ കുരിശുപള്ളി. ഇവിടെ ഒന്ന് താഴോട്ടുള്ള കാഴ്ചകളുണ്ടോ. അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോയാൽ അങ്ങേപ്പുറത്ത് കുറേ വീട്ടുകാരൊക്കെ താമസിക്കുന്നുണ്ടേ. എന്നാലും നല്ലൊരു കിഡിലും പ്ലേസ് അവിടെ. പള്ളിയുടെ ഈ ബാക്ക് വശത്തോടെ ഇങ്ങനെ പോയാൽ അങ്ങോട്ടേക്ക് ഇവിടെ മൊത്തത്തിൽ പാറയാണേ. എൻ്റെ കുരിശുപള്ളിയും കൂടെ വന്നപ്പോൾ നേരത്തെ ഇവിടെ ഒരു കുരിശോ മറ്റോ ഉണ്ടായിരുന്നു. അതാണ് കുരിശുപാറ എന്നുള്ള ആ ഒരു പേരൊക്കെ വന്നതെന്ന് തോന്നുന്നു. ഇത് പായൽ പിടിച്ചിങ്ങനെ തെന്നിക്കിടക്കുന്നുണ്ട്. നല്ല വിഴുക്കലാട്ടോ. നമുക്കിവിടെ നിന്നൊരു 360 വ്യൂവിലൊരു മലനിരകളുടെയൊക്കെ ഒരു കാഴ്ച കാണാമേ. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്. ഇതിലെ അങ്ങനെ മുന്നോട്ട് പോയാലും നല്ല വ്യൂ കേട്ടോ. കാറ്റടിക്കുമ്പോൾ പുല്ലുണ്ടോ. അങ്ങോട്ടും നെടുനീളത്തിൽ പാറ കേട്ടോ. പക്ഷെ എന്നാലും നല്ല വ്യൂ അവിടെ കാണാനേ. അങ്ങനെ കൂടി വഴി ഇങ്ങനെ പോയിട്ട് അവിടെ ഒരു വീടൊക്കെ ഉണ്ട് ദൂരെ. അവിടെ കണ്ടോ, കാറ്റിങ്ങനെ വരുന്നതനുസരിച്ച് മഞ്ഞ് കയറി കയറി വരും. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു വീട് കണ്ടോ, ഒരു ചേട്ടന് വീടുണ്ട്. ചേട്ടനെ ഒന്ന് വേണം ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. എന്നാ വാ, വർത്താനൊക്കെ പറഞ്ഞിട്ട് പോവാം. ആ, അപ്പോൾ വീട്ടിലെ ചേട്ടൻ വരുന്നുണ്ടേ.
മഴ പെയ്യുന്നുണ്ടോ? മഴ പെയ്യുന്നുണ്ടോ? ആ ഭയങ്കര മഴയായിരുന്നു അല്ലേ? ആ ഇപ്പം മഴ കൂടുതലാ നീ, അത് കാരണം ഒരു രക്ഷയില്ല. പേരനാ ചേട്ടൻ? ആ ചേട്ടൻ്റെ പേരനാ? മുരളി. മുരളി വാഴക്കൽ. ആ മുരളി ബാലകൃഷ്ണൻ അല്ലേ? ആ അങ്ങനെയാ പേരല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഞാനിവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നേ, അപ്പോൾ കണ്ടങ്ങനെ പോയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ നമ്മളോട് തന്നെ താഴെയായിരുന്നു ചേട്ടൻ താമസിച്ചുകൊണ്ടിരുന്നേ. അപ്പോൾ താഴെ തന്നെ ഇങ്ങോട്ട് പോന്നേ? അതിനാ ഇങ്ങ് കയറി പോന്നേ? ഇടിച്ചിലുണ്ടായി, ഉരുളോട്ടലുണ്ടായി. ആഹാ അതെവിടെയാ? പച്ചടി പള്ളിയുടെ താഴെയോ? പത്തോളമൊക്കെ ആയിട്ട് 3 പേര് മരിച്ചു അല്ലേ? വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു? 2018 ആ ഭയങ്കരമായിട്ട് ഉരുൾപൊട്ടി. അവർ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു? ഓ പെട്ടുപോയി അല്ലേ? അതിന്റെ അടയാളം കാണാം എപ്പോഴും പോയാലേ? ഇല്ല മണ്ണെല്ലാം ആദ്യ റോഡ് വീതി കൂട്ടി അല്ലേ? മാറിപ്പോയി അല്ലേ? 10ഓളം എന്ന് പറഞ്ഞ പോലെ. വയനാട്ടിലായിരുന്നു. ആ ഇപ്പൊ ഇത്ര കൊല്ലമായല്ലേ? 7 കൊല്ലമായി. ആ അതുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങോട്ട് പോന്നേ അല്ലേ? എന്നാ പണി? കൂലിപ്പണിക്കൊക്കെ പോകണം? പറമ്പ് പണിക്കൊക്കെ പോവാ അല്ലേ? ആ ആ 7 സെന്റ് സ്ഥലം മേടിച്ചു. ആ ഇനിയും 2-3 പേരും കൂടെ വരാനുണ്ട്. ഒരാൾക്ക് ഞങ്ങളുടെ 5 സെന്റ് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരാളും കൂടെ വരാനുണ്ട്. ആ ഒത്തിരി പേര് ഇങ്ങോട്ട് പോകുന്നു. അത് ശരി. 5-10 വീട്ടുകാരാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ആ ഇനിയിപ്പോൾ ഇവിടെ ആണെങ്കിൽ പിന്നെ പേടിക്കാൻ കിടക്കാമല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നല്ല ആയതുകൊണ്ടല്ലേ കുഴപ്പമില്ല. ചേനയൊക്കെ ഉണ്ടല്ലേ? ചേന കൃഷികളൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഈ പാറപ്പുറം ആണെങ്കിലും ഇഞ്ചിയുണ്ട്, കൂർക്കയുണ്ട്. ആ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ആ ആ അല്ലേ പിന്നെ വരുമ്പോൾ കൊണ്ടുപോകണം. അത് ആ ഇപ്പം കൊണ്ടുപോയ വഴിയിൽ എവിടെയെങ്കിലും ആയി പോതേ ഉള്ളൂ. അത് കാരണം ഇപ്പം കൊണ്ടോട്ട് കാര്യമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വന്നേക്കുന്നത്. അങ്ങനെ നമ്മൾ മുരളിച്ചേട്ടനോട് വർത്താനമൊക്കെ പറഞ്ഞ് താഴേക്ക് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോഴേ ഈ 2018 ഇവിടെ ഉരുളുപൊട്ടിയ കാര്യം ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ? അപ്പം 10 വളം എന്ന് പറഞ്ഞാൽ വളവെള്ളമായിട്ട് എനിക്കറിയാം. ആ ഭാഗത്തൊക്കെയാണ്. ഒന്ന് എവിടെയൊക്കെ ഉരുളുപൊട്ടി കേട്ടോ. ഒരു വീട്ടിൽ 3 പേര് ഉണ്ടായിരുന്നല്ലേ പറഞ്ഞ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം അത്. ഈ കടയിൽ നമുക്കൊരു കടിഞ്ചായൊക്കെ കുടിച്ചിട്ട് പോകാം കേട്ടോ. ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചേക്കാം. കടയിൽ നല്ല പലഹാരങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ കട്ടൻ മാത്രമേ കുടിക്കുന്നുള്ളൂ. ചെറിയൊരു കടയാണ്, രസമുണ്ട് കാണാൻ. കടയുടെ ആളെയും കൂടെ ഒക്കെ പരിചയപ്പെടാം. ഇവിടെ ഇരുന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോഴാണ് നല്ല ഭംഗിയുള്ള കാഴ്ചയായിട്ട് തോന്നുന്നത് കേട്ടോ. ഒരു ഓട്ടോ സ്റ്റാൻഡ്, ആ മരങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം കടക്കാരൻ പുതിയ പലഹാരങ്ങളൊക്കെ ഇപ്പം ഇട്ടുകൊണ്ട് വരും. ഇപ്പം എന്നെ ഇട്ടുകൊണ്ട് വന്ന ഉള്ളിയോടെയോ? ആ പേരെന്നാന്ന്? വിപിൻ. കച്ചവടം. ഞാനൊരു ചെറിയ യൂട്യൂബ് ചാനലിൻ്റെ ഒക്കെ പരിപാടി ഇങ്ങനെ ഇവിടെയൊക്കെ ഞാൻ കഴിഞ്ഞ വേനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വിനോ ഇടുക്കി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലുണ്ടേ. അപ്പോൾ നമ്മൾ കടയിൽ മറ്റൊരു ചേട്ടനെ കൂടെ പരിചയപ്പെട്ടെ. പേരെന്നാന്നേ? എങ്ങനെ? ഷാൻഷോ. ആ ഹാ ഹാ വ്യത്യസ്തമായ പേരായതുകൊണ്ട്. എന്താ ചെയ്യുന്നേ? വണ്ടി പരിപാടിയൊക്കെ അല്ലേ? ഇവിടെ തന്നെ താമസം? ആ ഹാ. ഈ കുരിശുപാറ കാണാൻ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടല്ലേ? അടിമാലി, എറണാകുളം പോകാനൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ആളുണ്ടല്ലേ? നമ്മുടെ ഒരു കടയാണിത്. ആ പുള്ളി ഞാൻ പരിചയപ്പെട്ടായിരുന്നു. സ്വന്തം കടയല്ലേ? നമ്മുടെ തുടരും സിനിമ മോഹൻലാലിന്റെ അതിന്റെ അസിസ്റ്റന്റ് സംവിധായകൻ സനു എം രാജ് നമ്മുടെ ഇവിടെ ജനിച്ചു വളർന്ന ആളല്ലേ? ആ അതെവിടെയാ? താഴെയാണോ വീട്? ഇവിടെ തൊട്ട് താഴെ അല്ലേ? ഞാനിങ്ങനെ ഇവിടുത്തെ നേരത്തെ വേനൽക്കാലത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര പച്ചപ്പ് ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നല്ല പച്ചപ്പും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നത്. വേനൽക്കാലത്തൊന്നും ഇത് വേറൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. വാഗപ്പൂ ഉണ്ടായിരുന്നു നന്നായിട്ട്. ഇച്ചിരി ഭംഗിയായത് കാണാൻ. ഇവിടെ ഒത്തിരി ടെലിഫിലിമിന്റെ അത് പരിപാടി ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലം അല്ലേ? എല്ലാം കൊണ്ട് എപ്പോഴും ഒരുപാട് ഇഷ്ടം ആളിങ്ങനെ കുറെ ഇങ്ങനെ കയറി വരും. ഓട്ടോ സ്റ്റാൻഡാണ്. 10-15 ഓട്ടോ ഉണ്ടല്ലേ? പല പല പോയിന്റുകളായിട്ട് ഓരോ സ്ഥലങ്ങളുണ്ടല്ലേ? ഒത്തിരി ആൾക്കാർ താമസിക്കുന്ന മേലെ. ശരിയെന്നാ. അപ്പം നമ്മൾ ഒരു ചേട്ടനെ കൂടെ പരിചയപ്പെട്ടു കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ഗോപി. ഗോപി.
ഇവിടുത്തെ താമസക്കാരാ? എത്ര വർഷമായി? ഒരു 52 വർഷമായി. 52 വർഷമായി അല്ലേ? ആ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിത സൗകര്യങ്ങളൊക്കെ? ആണോ? കൃഷിയൊക്കെയാണോ? കൃഷിയൊക്കെയാണോ? ആ, പണിക്കും പോകും അല്ലേ? ഇപ്പം എന്നാ പണിക്കാൻ പോകുന്നത്? ഏലക്ക സ്റ്റോറിൽ അല്ലേ? പിള്ളേരൊക്കെ? മകനൊരു ഡ്രൈവറുണ്ട്, പെണ്ണെ കെട്ടി വിട്ടു. ആ, സ്വസ്ഥമായിട്ടിരിക്കുന്നു. അങ്ങനെ പോകും. ഞാനിതിലൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇവിടെ കാഴ്ചകളൊക്കെ കാണാൻ വന്നതാണ്. എൻ്റെ പേര് വിനോ. നിങ്ങൾ എന്നൊക്കെ ഇട്ടിരിക്കും, ഒന്നും കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരുപാട്. ഞാനല്ലേ? അത് ഞാൻ കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ട്. സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതിനകത്ത് കാണാം. ഞാൻ നേരത്തെ ഇവിടെ വേനൽക്കാലത്തൊക്കെ വന്ന് എടുത്തിട്ടുണ്ട്. പറഞ്ഞാൽ മതി, ഞാൻ കണ്ടോളാം. ആ, വിനോ ഇടുക്കി എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട്. വിനോ ഇടുക്കി എന്ന് പറഞ്ഞിട്ട്. ആ, അതിനകത്ത് നോക്കുമ്പോൾ കാണാം. ആ, ഇടുക്കാർ ഒത്തിരി പേരുണ്ട് ഇവിടെ. ആ, ഞാൻ ഇതിലെ പോയപ്പോൾ ഇതെല്ലാം കാഴ്ചകളൊക്കെ കണ്ട് എന്നാൽ ഇവിടെ ഒരു കട്ടണൊക്കെ അടിച്ചേക്കും പോയേക്കെന്ന് ചോദിച്ചാൽ അന്നേരം ചേട്ടനും ഇങ്ങോട്ട് കയറി വന്നു. എന്നാൽ ചേട്ടൻ കൂടെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോയത്. പച്ചടിയൊക്കെ അല്ലേ? അല്ലെ, കുരിശുപാറ ഭയങ്കര രസമാണ്. ഒത്തിരി പേരൊക്കെ ചെയ്തിട്ടുണ്ട് പുറത്ത് വരുന്നവർക്ക്. ആ, കാറ്റ് കാരണം കയറത്തില്ല അല്ലേ? കാറ്റൊരു രസമല്ലേ? ആ, അങ്ങനെയൊക്കെ പോകുന്നു അല്ലേ? ആ, അപ്പോൾ ചേട്ടനെ കണ്ട് പരിചയപ്പെട്ടതിലൊക്കെ സന്തോഷം. ആയിക്കോട്ടെ. ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ഫോട്ടോ ഒക്കെ പരിപാടിയാണ് അല്ലേ? ഫോട്ടോ ഓടിക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വന്നായിരുന്നേ. അപ്പോൾ ഒന്ന് പരിചയപ്പെട്ടൊക്കെ പോയേക്കാന്ന് ചോദിച്ചു. പേരനാ? ഷാജി. ഇവിടെ മോൻസി. ഞാൻ ഇതിലേക്ക് ഒന്ന് കാണാൻ വേണ്ടി വന്നതൊക്കെ ആയിരുന്നേ. അപ്പോൾ നിങ്ങളെ കൂടെ ഒക്കെ ഒന്ന് പരിചയപ്പെട്ട് അങ്ങനെ അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു. ശരി എന്നാൽ കാണാം. നമ്മളങ്ങനെ കുറച്ച് ദൂരം കുരിശുപാറയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഒരു കട ഞാൻ കണ്ടു. ആ കടയ്ക്കൊരു പേരുണ്ട്. ഇതുണ്ടോ, പച്ചടിക്കട എന്നാണ് പേര്. ഇപ്പോൾ സജി എന്ന് പറഞ്ഞൊരാളുടെ ഉടമസ്ഥതയിലുള്ളൊരു കടയാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇത് മാത്രമല്ല, ഇവരുടെ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് കണ്ടോ, കുറേ ഇങ്ങനെ ഓരോരോ ഹട്ടുകൾ പോലെ പണിത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം കൂൾ ഡ്രിങ്ക്സ്, ചായ, ചെറുകടികൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആൻഡ് ഈവൻറ്റ് ഡെസ്റ്റിനേഷൻ അങ്ങനെയാണ് ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത്. എന്തായാലും ഇത് കാണാനും നല്ല ഒരു ഭംഗിയാണ്. കുരിശുപാറയിലൊക്കെ വരുന്നവരൊക്കെ ഒരു ചായ വെള്ളമൊക്കെ കുടിക്കാൻ പറ്റിയൊരു നല്ല നോക്കിയിട്ട് നല്ല വൃത്തിയുള്ളൊരു കടയായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളെ നെടുങ്കണ്ടം പച്ചടി റൂട്ടിലൊക്കെ വരുമ്പോൾ ഒരു SNLP സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സ്കൂൾ നമുക്കിവിടെ കാണാവേ. ഇത് കുറേ പഴയ സ്കൂളായിരുന്നു, ഇപ്പോൾ പുതുക്കി പണിതേക്കുവാണേ. ഇപ്പോൾ വളരെ ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഈ സ്കൂളിൻ്റെ ഫ്രണ്ട് വശവും കൂടെ നമുക്ക് കാണാവേ. ഇവിടെ ഒരു ആനയുടെ ഇതൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. ഈ സ്കൂളിൽ നേരത്തെ പഠിച്ച പിള്ളേർ, അവർ മിലിറ്ററിയിലൊക്കെ ആണെന്നാണ് പറഞ്ഞത്. അവരെല്ലാവരും കൂടെ കൊണ്ട് അവർ പുതിയ സ്കൂൾ പണിതപ്പം അവരുടെ ഒരു സന്തോഷത്തിന് കൊണ്ടുവച്ചിരിക്കുകയാണ്. ആ ആനയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ അവിടെ ആയിട്ട് വെച്ചിരിക്കുന്നുണ്ടോ. അത് നല്ല ഭംഗിയുണ്ട് ആ സ്റ്റാച്ചു കാണാനായിട്ട്. അപ്പം അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് ഈ വഴിക്കൊക്കെ വരുമ്പോൾ കാണാൻ സാധിക്കും. കുറച്ച് ദൂരം നമ്മളിങ്ങോട്ട് വന്നപ്പോഴേ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ കാണാവേ. പിന്നെ വെയിറ്റിംഗ് ഷെഡ് മാത്രമല്ല, ഇത് പച്ചടി പള്ളിപ്പടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തെ കുറച്ച് മനോഹരമായ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാവേ. അവിടെയൊക്കെ കണ്ടോ, നല്ല മലനിരകളും നല്ല കൃഷിയിടങ്ങളും മനോഹരമായ വീടുകളൊക്കെ. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. അവിടെ ഒരു കുരിശുപള്ളി കാണാം. അതിൻ്റെ അപ്പുറത്ത് പള്ളിയുടെ ഒരു പാരിഷ് ഹാൾ കാണാം. പിന്നെ ഇത് ഇവിടെ ഒരു മനോഹരമായൊരു കൊച്ചു ടീ ഷോപ്പ് ആ മരത്തിൻ്റെ ചോട്ടിലേ. രസമല്ലേ അത് കാണാനായിട്ട്. സെൻറ്റ് ജോസഫ് ചർച്ച് പച്ചടി. ഇതാണ് പച്ചടി പള്ളി കേട്ടോ, ഈ താഴെയായിട്ട് കാണുന്നത്. അതിനോട് ചേർന്ന് ആ പാരിഷ് ഹാളൊക്കെ നമുക്ക് കാണാം. പച്ചടിപ്പള്ളി. അങ്ങനെ ഈ ഭാഗത്തൂടെയൊക്കെ വന്നിട്ടല്ലോ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. നമ്മളൊന്ന് ശ്രമിച്ച് വരണമെന്നേ ഉള്ളൂ. പിന്നെ കുറേ ചരിത്രങ്ങളും ഒക്കെ ഉണ്ട് ഈ വഴിക്കൊക്കെ. ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടില്ലായിരുന്നു. ഇനി നമുക്ക് താഴെ 10 വളം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകാവേ. പണ്ട് ഉരുൾപൊട്ടലൊക്കെ നടന്ന ഒരു സ്ഥലമാണ്, അതുകൂടെ പോയി കാണാം. ഇപ്പം നമ്മൾ 10 വളവ് ആ ഒരു ഭാഗത്തേക്ക് എത്തി കേട്ടോ. 10 വളവ് ഇവിടുന്ന് ശകലം കൂടെ മുന്നോട്ട് പോകണം കേട്ടോ. ഉരുൾ പൊട്ടിയ ഭാഗമാണ് ഇത്. 2018 അതുകൊണ്ടോ അവിടെയൊക്കെ ആ മലയൊക്കെ ഇടിഞ്ഞ് താന്നിങ്ങനെ പോകുന്ന പോലുള്ള ആ ഒരു അവസ്ഥ ഉണ്ടോ. പാറക്കെട്ടുകളൊക്കെ ഇരിക്കുന്നുണ്ടോ. ഈ ഭാഗത്തൊക്കെ ആയിരുന്നു അന്ന് 3 പേരൊക്കെ മരിച്ചുപോയി. ഒരു വീടിൻ്റെ മുകളിൽ ഒരു വീട് കംപ്ലീറ്റ് പോയി. അതിനകത്ത് 3 പേരുണ്ടായിരുന്നു. മുകളിൽ നിന്ന് ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞില്ലേ, മുരളിച്ചേട്ടൻ പറഞ്ഞില്ലേ, ആ ഒരു ഭാവം ഇത് കേട്ടോ. എന്തൊരു ഭീകരമാണെന്ന് നോക്കിയാൽ മുകളിലൊക്കെ പാറയൊക്കെ ഇരിക്കുന്നു നോക്കി. ഇപ്പോഴും അതുകൊണ്ട് ആ ഒരു ഭാഗത്തൊന്നും കൃഷിയോ പരിപാടിയോ ഒന്നുമില്ല കേട്ടോ. അതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടുള്ളൂ. ഇങ്ങനെ ഇവിടെ ഒരു ഭയങ്കര ചളുക്കായിരുന്നേ. പച്ചടി ഭാഗത്ത് ഉരുൾ പൊട്ടിയെന്ന് നമ്മളന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ വന്ന് സത്യം പറഞ്ഞാൽ ഇന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും മഴ പെയ്യുമ്പോഴേ ഈ മണ്ണൊക്കെ ഇങ്ങനെ ഊർന്നൂർന്ന് നിൽക്കുന്നുണ്ടോ അവിടെയൊക്കെ.
ആ മുകളിൽ ആ മല മൊത്തം ഇങ്ങനെ പോന്നു എന്നുള്ളതാണ് കേട്ടോ. പാറക്കെട്ടൊക്കെ നോക്കിയിരിക്കുന്നത് എല്ലാ ഭയങ്കര പാറ. അന്നേരം വന്നതായി ആ ഒരു പാറ അതിൻ്റെ മണ്ട കയറിയിരിക്കുന്നത്. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു കോട്ടേജുകളാണ് തോന്നുന്നു കേട്ടോ. 2-3 റൂംസൊക്കെ ആയിട്ട്. നമ്മളാ കണ്ട സ്ഥലത്തിൻ്റെ തൊട്ടിപ്പുറത്തായതേ. ഇവിടെ പിന്നെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആ ബോർഡൊക്കെ ഒന്ന് വായിച്ചിട്ട് പോകാം. ഇത് കാണാൻ നല്ല ഭംഗി കേട്ടോ. ഓക്കെ, മേലെ ചിന്നാർ അടിമാലി തൂവൽ വെള്ളച്ചാട്ടം. അപ്പം മുകളിൽ നിന്ന് ജംഗ്ഷനുണ്ടേ, അവിടെ നിന്ന് തിരിഞ്ഞു പോകും കേട്ടോ. നമ്മൾ കുറച്ച് മുകളിൽ വണ്ടി വെച്ചിട്ടാണ് താഴോട്ട് ഇറങ്ങി വന്നേ. അയ്യോ, വല്ലാത്തൊരു മഴ വരുന്നുണ്ടല്ലോ ഇപ്പോൾ. അതുകൊണ്ടാണേ നമുക്കൊരു നല്ല തെളിച്ചമൊന്നും കിട്ടുന്നില്ല. തൂവൽ ജംഗ്ഷനാണ് ഇത് കേട്ടോ. ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിയാണ് തൂവൽ. നേരെ പോയാൽ മേലെ ചിന്നാറൊക്കെയാണേ. അത് ആ ഓട്ടോ ഇറങ്ങുന്നത് തൂവലിലേക്കാണ്. പിന്നെ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ റോഡും ഭംഗിയൊക്കെ കണ്ടോ, ഗ്രാമക്കാഴ്ചകളും. നല്ല കിടിലൻ റോഡാട്ടോ. ഇതിലങ്ങനെ നമുക്ക് എഴുകുമ്പേര് വരെ ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള റോഡാണ് അങ്ങോട്ട്. നമ്മൾ നെടുങ്കണ്ടം ഭാഗത്ത് നിന്ന് വരുമ്പോൾ തൂവലിൻ്റെ ആദ്യത്തെ ഒരു ചെറിയ ജംഗ്ഷൻ ഇതാണ് കേട്ടോ. ഇവിടെ ഒരു അമ്പലമുണ്ട്, ഒരു കുരിശുപള്ളിയുണ്ട്, അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമൊക്കെ ഉണ്ട് അവിടെ. ഇനി നമുക്ക് ഈ വഴിക്ക് താഴോട്ട് പോകാം. താഴെ ചെന്നിട്ട് തൂവൽ വാട്ടർഫാൾസൊക്കെ കാണാം. തൂവൽ വാട്ടർഫാൾസിലേക്ക് പോകുന്ന പുഴയുടെ ഒരു ആരംഭം ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു ചപ്പാത്ത് പാലമൊക്കെയാണേ. അതിലേ വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ എന്തൊരു ഭംഗിയുണ്ടോ നോക്കി. താഴെ ചെന്നാൽ ഇതൊരു വലിയ വെള്ളച്ചാട്ടമായിട്ട് നമുക്ക് കാണാമേ. തൂവലെന്ന് പറയുന്ന ആ ഒരു മെയിൻ ജംഗ്ഷൻ ഇതാണ് കേട്ടോ. ഒരു പഴയ നാടൻ രീതിയിലുള്ള കടകളും ഒക്കെ നമുക്ക് കാണാം. തങ്കമണി എന്ന് പറയുന്ന ദിലീപിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയായിരുന്നേ. ആ കടയിലൊക്കെ 1-2 പേര് ഇരിപ്പുണ്ട്. അവരോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചാലോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആ ഒരു വഴിയുണ്ടോ, എന്നിട്ട് നമുക്ക് പോയി വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് വരാം. ഒരു റേഷൻ കടയൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ. ആ ഒരു റോഡിനാണ് നമ്മൾ മുകളിലോട്ട് കയറി പോകേണ്ടത്. അപ്പോൾ ഈ തൂവലിലെ ഈ കടയെ 2-3 ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട്. ഒന്ന് പരിചയപ്പെട്ടിട്ടൊക്കെ പോവാം അല്ലേ. പരിചയപ്പെടാം. പേരെന്നാ? എൻ്റെ പേര് അപ്പജാനെ വിളിക്കും. ആ, ചേട്ടൻ്റെയോ പേരെന്നാ? കുഞ്ഞെന്നല്ലേ. ആ ആ ആ, ഇവിടുത്തെ താമസക്കാരാ? ഞാൻ ഇതിലേക്ക് ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടിയൊക്കെ വന്നായിരുന്നേ. അന്നേരം ഇതും കൂടെ ഒക്കെ ഒന്ന് ഉൾപ്പെടുത്തി പോയേക്കാന്ന് വിചാരിച്ചു. വെള്ളം ഉണ്ടോ തോന്നുന്നു കണ്ടവാനോ അല്ലേ? അങ്ങോട്ട് ഇറങ്ങി ചെല്ലാവോ? മണ്ടയൊന്ന് കാണാം. പാലത്ത് കയറി ഒന്ന് കാണാം അല്ലേ? ഇല്ല, പോകാൻ പോണേ ഉള്ളൂ. അന്നേരം എന്നാ ഇവിടെ കൂടെ ഒന്ന് കാണിച്ചോണ്ട് അങ്ങോട്ട് പോയേക്കാന്ന് വിചാരിച്ചോണ്ട് അങ്ങനെ എടുത്തു. ആണല്ലേ? ആ, എന്നാ പോയി നോക്കിട്ട് വരാം. അപ്പൊ ഇവിടെ ഒരു ചേട്ടനും കൂടെ ഉണ്ട്. ആ ചേട്ടനും കൂടെ പഠിച്ചിട്ട് പോകാം. ഞാൻ കട്ടപ്പനയാ. പേരെന്നാ? ജോൺസൺ. ഇവിടെ താമസക്കാരനാണ്. ആ ആ, എന്നാ കൃഷിപ്പണിയൊക്കെയാണോ? അങ്ങനെയൊക്കെ അല്ലേ? അപ്പം ഞാൻ അതിൽ വന്നപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കണ്ട് പോയേക്കാന്ന് വിചാരിച്ചു. കടയിലെ ചേട്ടനും അവിടെ ഇരിപ്പുണ്ട്. ആ, ചേട്ടനെന്നാ മിണ്ടായിരിക്കുന്നത്? ചുമ്മാ ഇരിക്കും അല്ലേ? വർത്താനം പറയാണെന്ന് വിചാരിച്ചിട്ടല്ലേ? പേരെന്നാ? എന്റെ പേര് കൊച്ച്. ഇവിടുത്തെ മെയിൻ സൂപ്പർ മാർക്കറ്റും ഒക്കെ ആയിട്ടുള്ള കട ഇതാണല്ലേ? ആ ആ ആ, കൊള്ളാം. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ശരി. കട്ടപ്പന ഞാൻ പിന്നെ ഇവിടെ കാഞ്ചിയാർ. ആ, ലപ്പക്കട അവിടെ താമസിക്കും. കച്ചവടമൊന്നുമില്ല. ഞാനിങ്ങനെ ഇതിലേക്ക് വന്ന് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകും. പിന്നെ നാട്ടുകാരെ കുറെ കാഴ്ചകളൊക്കെ കാണിക്കും. അങ്ങനെയൊക്കെ പരിപാടി. ആ, ഇവിടെ ഒരു കടയും കൂടെ ഉള്ളൂ. ഈ ചേട്ടനെ കൂടെ പരിചയപ്പെട്ടു പോവാം. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല, ഇങ്ങോട്ട് വന്നപ്പോഴാണ് കണ്ടേ. പേരെന്നാ? ആ, അപ്പോൾ അടുത്തൊരു കടയിൽ ചേട്ടനെ കൂടെ നമ്മൾ പരിചയപ്പെട്ടു. വിൽസൺ ആണ് പേര്. ഇവിടെ തന്നെ ഞാൻ ചെറിയ യൂട്യൂബ് ചാനലിൻ്റെ ഒക്കെ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ. ആ, ഇവിടെയൊക്കെ കാണാൻ വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ പോകണമെന്നുണ്ടോ. അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. ആ, എന്നാൽ ഇവിടെ ഒന്ന് കാണിച്ചേച്ച് പോയേക്കാന്ന് തോന്നുന്നു. എന്നാൽ പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വന്നു. ഞാൻ കാഞ്ചിയാർ. ലപ്പക്കട. ആ ആ, കുന്നേല്. അങ്ങനെ പറയല്ലേ, ഞങ്ങൾ നരിയം പറയാം മെയിനായിട്ടെ. ആ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ശരി. ഇപ്പോൾ നമ്മളൊരു ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാണല്ലോ, അവിടെ കാണുന്ന മനുഷ്യന്മാരൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെട്ട് വർത്തമാനം പറഞ്ഞൊക്കെ പോകുമ്പോൾ ഇതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അതുപോലെ ഈ വഴിക്കാണ് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പോകേണ്ടത്. പിന്നെ ഇവിടെ ഒരു അങ്കണവാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് പിള്ളേരുടെയൊക്കെ ഒരു സ്കൂളിൻ്റെയൊക്കെ ഒരു തുടക്കം നമ്മുടെ അങ്കണവാടിയൊക്കെ അല്ലേ.
ഇപ്പം നമ്മൾ തൂവൽ വാട്ടർഫാൾസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തി കേട്ടോ. നമുക്ക് താഴേക്ക് പോയിട്ട് തൂവൽ വാട്ടർഫാൾസിലെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ വീഴുന്നതിൻ്റെ ഇരപ്പൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടേ. ഇവിടെ എൻ്റെ വണ്ടി കൂട്ടി 2-3 വാഹനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇവരൊക്കെ താഴെ ആ വെള്ളച്ചാട്ടമൊക്കെ കാണാനുണ്ടാവും, അവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ താഴെ കാണുന്ന ആ ഒരു വഴിയുണ്ടോ, അതിലായിരുന്നു ഇങ്ങോട്ട് കയറി വന്നേ. പിന്നെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയ വഴി ഇങ്ങനെ പോകുന്നുണ്ട്. ഈ വഴിക്ക് വേണം പോകാൻ. മാലിന്യവുമായി ഒഴുകാൻ ഇനിയും പുഴകൾക്കാവില്ല. കണ്ടോ, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് ഇവിടേക്ക് പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തള്ളാതിരിക്കുക. കാണാൻ വരുന്നവർ വെള്ളച്ചാട്ടം വന്ന് കണ്ടിട്ട് പോവുക. മനോഹരമായ പച്ചപ്പാർന്നൊരു വഴിക്കൂടെ നമ്മൾ താഴോട്ട് പോകുന്നു കേട്ടോ. നല്ല വെള്ളമാണ് കേട്ടോ. നമ്മൾ ആ മുകളിൽ നിന്ന് കണ്ടില്ല, അത്രയും വെള്ളം ആ പുഴക്കൂടെ വരുന്ന ഇതുവരെ കണ്ടിട്ടില്ല. ചീവീടുകളുടെ കരച്ചിൽ കേൾക്കാവും. വലിയൊരു മഴ വരാനുണ്ടെന്നാണ് തോന്നുന്നു. ചീവീടുകളുടെ കരച്ചിലും വെള്ളത്തിൻ്റെ ഒഴുക്കും. അത് നേരത്തെ ഉണ്ട്, ഒരു മുന്നറിയിപ്പ് ബോർഡൊക്കെ ആണ്. ഇതൊക്കെ ഒന്ന് പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് വായിച്ചു നോക്കൂ. ആ വെള്ളം ഒഴുകി വരുന്ന കേട്ടോ. മോളിൽ നിന്ന് പുഴയ്ക്ക് ഇത്രയും വീതിയുള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല കേട്ടോ. പാറയൊക്കെ തെറ്റിത്തെറിച്ചാണ് കിടക്കുന്നത്. ഓ, വന്നപ്പോഴത്തേക്ക് മഴയും തുടങ്ങി കേട്ടോ. നമുക്ക് ഇതിലേ പോയിട്ടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കാം. കുടയാ നിവർത്തി. വെള്ളത്തിൻ്റെ ഒരു പ്രകമ്പനം കേട്ടോ. ഇന്ന് തൂവല് കണ്ടാൽ ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ഇവിടുന്നായിട്ട് രണ്ടായിട്ടാണ് തിരിഞ്ഞു വന്നിട്ട് താഴോട്ട് ഒഴുകി മാറുന്ന കേട്ടോ. നമുക്കേ മഴ പെയ്യാൻ തുടങ്ങി. നല്ലൊരു കാഴ്ചകൾ കാണാൻ വരുമ്പോൾ മഴയായിരിക്കും. ഈ ഒരു ബ്രിഡ്ജ് വഴി നമുക്ക് അപ്പുറത്തേക്കല്ല. കൊടക്കൻ്റെ കാറ്റ് പിടിക്കുന്നുണ്ടേ. തൂവലങ്ങനെ ഒഴുകി വരുന്നത് കണ്ടോ. ഇവിടെ ഒന്നും വന്ന് ഇറങ്ങരുത് കേട്ടോ. ഭയങ്കര ഭീകരമായ പ്രശ്നമുള്ള സ്ഥലമാണ്. വെള്ളം ഒഴുകുന്ന നല്ല കുത്തൊഴുക്ക. മഴയുടെ ശല്യം കൂടുതലായതുകൊണ്ടേ ഞാൻ ഇവിടെ കയറി നിൽക്കാമെന്ന് വിചാരിച്ചു കുറച്ചു നേരം. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടാക്കിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണേ. ടോയ്ലറ്റ്, ഷോപ്പിംഗ് കോംപ്ലക്സും എല്ലാം കൂടെയാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ നല്ല കാഴ്ചകളാണ്. പിന്നെ ആ മഴ പെയ്യുന്നത് നോക്കി. ഓ, തകർത്ത പരിപാടി കേട്ടോ. ഇനിയിപ്പോൾ മഴ പോട്ടെ, തിരിച്ചു പോകുമ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം. ഇടുക്കിയിലെ മഴക്കാലം കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങനെ കണ്ടോ. നമ്മളിങ്ങനെ നിന്ന സമയത്ത് കുറച്ച് ആൾക്കാർ തൂവലിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നായിരുന്നേ. അപ്പോൾ അവർ ആ മഴയത്ത് പോകുന്ന പോക്കുണ്ടോ. കുറച്ചുകൂടെ ആൾക്കാരുണ്ട്, അവരിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. താഴെ കുഴിയിൽ അവർ പോയിട്ട് കയറി വരുന്നതാണ്. ഓ, ഞാൻ താഴോട്ടൊന്നും പോകാനില്ല. നല്ല കാറ്റും മഴയാണേ, അത് കുറഞ്ഞിട്ടില്ല. കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. നല്ല കാറ്റും മഴ കേട്ടോ. ഇത് മഴ പെയ്ത് പോകുന്നുണ്ടോ. അയ്യോ, എന്തൊരു കാറ്റാന്ന് നോക്കി. കാറ്റത്തെ കുടയം കൊണ്ട് അതിലേ പോയാണ്ടല്ലോ. ആ പുള്ളി പോക്കട്ടോ. കുടയൊന്നും അവിടെ ഒന്നുമല്ല.
ആ ഭാഗത്ത് കാറ്റ് നിന്ന് പിടിക്കുന്ന പിടുത്തം കണ്ടോ. തൂവലിലെ വെള്ളച്ചാട്ടം ആകെ കലുഷിതമായിരിക്കുകയാണ് കേട്ടോ. ശക്തമായ കാറ്റും മഴയും ഇടുക്കിയെ തലോടി തലോടി കടന്നു പോവുകയാണ്. ഇത് അങ്ങോട്ട് നോക്കി, ആ പ്ലാവൊക്കെ പെടത്തുവോ. മഴ പെയ്യുന്നുണ്ടോ. ചൂണ്ടക്കാരാണ് പോകുന്നത് കേട്ടോ. അവർ ചൂണ്ടയിടാൻ പോയിട്ട് അപ്പുറത്തെ 2 ചൂണ്ടക്കാർ നിൽപ്പുണ്ട്. അവർ ചൂണ്ടൊക്കെ ആയിട്ട് പോകുന്നുണ്ടോ. ഇവിടെ താഴെ ഇപ്പുറത്തെ വശത്തേക്ക് അവർ മീൻപിടുത്തമായിരുന്നു തോന്നുന്നു. കാറ്റും മഴയും കൂടിയപ്പോൾ അവരങ്ങോട്ടേ പോകുന്നതാണേ. അവിടെ കണ്ടോ, ഓയ്യോ കുറേയൊക്കെ ഓടിച്ചു തുടങ്ങി. കൈ കൊടുക്കുന്ന കാറ്റാ. ഇവരൊക്കെ ചൂണ്ടയ്ക്ക് പോയ ആൾക്കാരാ. അവർക്ക് അതിലേ പോകാൻ പറ്റാത്ത ഇതിലേ അവർ പോകുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര കാറ്റാ അപ്പുറത്ത്. സെൽഫി എടുക്കുന്നുണ്ടോ. അതുപോലെ ഇപ്പുറത്തോട്ടൊക്കെ ഇറങ്ങി നിന്ന് എടുക്കുവേ. കാറ്റൊന്നിനും സംഭവിക്കില്ല കേട്ടോ. ഭയങ്കര കാറ്റാ. ആ പ്രദേശമൊക്കെ തകർക്കുന്ന രീതിയിലുള്ള കാറ്റാണ് കേട്ടോ. മഴ കൂടുന്നതനുസരിച്ച് വെള്ളം കൂടി കൂടി വരുവാണേ. വെള്ളം ഒഴുകി പോകുന്ന ഒരു കാഴ്ച കേട്ടോ. വെള്ളച്ചാട്ടം ശരിക്കും നമുക്ക് ഇവിടുന്ന് തന്നെയാ കാണാൻ പറ്റുള്ളേ. ഞാൻ നനയാതെ അവിടെ നിന്നായിരുന്നേ. അന്നത്തെ ഇച്ചിരി മഴ കുറഞ്ഞെന്നും പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. ഓ കിടിലം മഴയായിരുന്നു. നനഞ്ഞു കേട്ടോ. തലയിൽ കൂടെ എല്ലാം വെള്ളവും. കുറെ അവിടെ നിർത്താൻ പറ്റിയല്ല. അതാണ് പ്രശ്നം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ? എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കുക. വെള്ളം കൂടുതലാണ്, അപകടമാവേ. ഇവിടെ 2 പേരൊക്കെ നിൽപ്പുണ്ട് ഞാൻ പോരുമ്പോൾ. കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമേ.